ബഹുമാനപ്പെട്ട ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ധീരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങൾ സമീപിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മളെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ. ഒട്ടേറെ ഓഫീസുകളിലെ കേരളത്തിലെ മറ്റ് ഓഫീസുകളൊന്നും ഇത്തരം ഓഫീസുകൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഇതിൽ കൂടെ ശരിയാക്കേണ്ടതുണ്ട്. മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ഫയർ NOC വേണം, അതേപോലെ ലേ ഔട്ട് അപ്രൂവൽ, മറ്റൊന്ന് എയർപോർട്ട്, NH, PCB, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡാറ്റാ ബാങ്ക്. ഇതിനെല്ലാം കൂടെ സംയോജിപ്പിച്ചിട്ടില്ലെങ്കിൽ, കാരണം ഇതിന് വേണ്ടിയിട്ട് പിന്നെയും സമയം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. എന്തായാലും അതിനുള്ള വല്ല നടപടികളും സ്വീകരിക്കുന്നുണ്ടോ ഇതിലൂടെ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അഴിമതി ഇല്ലാതാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നതാണ് K-സ്മാർട്ട്. കഴിഞ്ഞ ഏതാനും ദിവസത്തെ അനുഭവം തന്നെ വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും അഴിമതി ആരോപണങ്ങൾക്കിടയാക്കിയിരുന്ന ഒന്നായിരുന്നു ബിൽഡിംഗ് പെർമിറ്റുകൾ. സർ, ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ പ്ലാൻ ചട്ടപ്രകാരമാണ് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ്. അവിടെ മാനുവൽ ഇൻ്റർവെൻഷൻ വരുന്നില്ല, നേരിട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ലോകത്തെവിടെ ഇരുന്നും ഓൺലൈനിലൂടെ പ്ലാൻ സമർപ്പിക്കാം. പ്ലാൻ സമർപ്പിച്ചാൽ അത് ചട്ടപ്രകാരമാണെന്ന് പരിശോധിച്ച് സോഫ്റ്റ്വെയർ ഉറപ്പുവരുത്തുന്നു. ചട്ടപ്രകാരമാണെങ്കിൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് ലഭിക്കുകയാണ്. മിനിറ്റുകൾക്കകമാണ് പെർമിറ്റ് ലഭിക്കുന്നത്. നേരത്തെ സർ പല തട്ടുകൾ, ഇപ്പോൾ കോർപ്പറേഷൻ്റെ കാര്യമെടുത്താൽ ഓവർസിയർ, AE, AXC, പിന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, സെക്രട്ടറി, ഇങ്ങനെ പല തട്ടുകളിലായിട്ടാണ് ഇപ്പോൾ 6 തട്ട് കോർപ്പറേഷനിൽ പെർമിറ്റ് കിട്ടാൻ ആവശ്യമായി വന്നിരുന്നു. ആ തട്ടുകൾ ഇപ്പോൾ ഇല്ലാതാവുകയാണ്. അതുതന്നെയാണ് ഈ കാലതാമസം ഒഴിവാക്കുന്നതിനും അഴിമതി കുറയ്ക്കുന്നതിനുമൊക്കെ കാരണമാവുന്നത്. സർ, ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇപ്പോൾ ആളുകൾക്ക് നേരിട്ട് ഓഫീസിൽ ചെല്ലേണ്ടി വരുമ്പോഴാണല്ലോ അഴിമതിക്കും മറ്റുമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ വളരെ വലിയ മാറ്റം ഇതിനകം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവാഹ രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഏറ്റവും പ്രയോജനകരമാണ്. വീഡിയോ കോളിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയും. സർ, 570 വിവാഹങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ 10-20 ദിവസം കൊണ്ട് K-സ്മാർട്ടിലൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരിട്ട് ചെല്ലാതെ, നേരിട്ട് വരാതെ. ഇപ്പോൾ ആദ്യത്തെ ഒരു വിവാഹം നടന്നത് ഭാര്യ വയനാട്ടിലും ഭർത്താവ് കാനഡയിലും ഇരുന്നു കൊണ്ടാണ് രജിസ്ട്രേഷൻ നടന്നത്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലും സുതാര്യമാവുന്നു എന്നതാണ് കാണിക്കുന്നത്. മറ്റു വകുപ്പുകളുമായിട്ടുള്ള സംയോജനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇപ്പോൾ ഇത് ഒരു 25-30% ആളുകൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയൂ. മറ്റുള്ളവരൊക്കെ അക്ഷയ കേന്ദ്രങ്ങളെയാണ് സ്വാഭാവികമായിട്ട് സമീപിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തിരക്കാണ്. അപ്പം അക്ഷയ കേന്ദ്രങ്ങളെ കുറെ കൂടെ ശക്തിപ്പെടുത്തുന്നതിനും കുറെ കൂടെ അക്ഷയ കേന്ദ്രങ്ങൾ തുറക്കുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിക്കുമോ? അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കുമെന്ന്. സർ, മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അത് ജനുവരി 1 മുതൽ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അക്ഷയ കേന്ദ്രങ്ങളുണ്ട്. അതിന് പുറമെ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ എല്ലാ നഗരസഭകളിലും ഇപ്പോൾ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ IQM-ലെ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ കൂടി സഹായത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നിലനിർത്തിക്കൊണ്ടുപോകണമെന്നല്ല സർക്കാർ ആഗ്രഹിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ഫെസിലിറ്റേഷൻ സെൻ്ററിൻ്റെ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ആളുകൾക്ക് ഈ സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ ഓഫീസിൽ വരാതെ, മുനിസിപ്പൽ ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലും കയറാതെ തന്നെ ആളുകൾക്ക് കാര്യം നടക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കണം എന്നതാണ്, എത്രയും വേഗം എത്തിക്കണം എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾക്ക് പുറമെ കുടുംബശ്രീയെ കൂടി ഇതിന് ഫെസിലിറ്റേഷന് വേണ്ടി ആളുകൾക്ക് സഹായത്തിനായിട്ട് കുടുംബശ്രീയുടെ സംവിധാനങ്ങളെ കൂടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഉത്തരത്തിൽ തന്നെ പറഞ്ഞു, ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ ഡിജിറ്റൽ ലിറ്ററസിയുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്ന്, എങ്ങനെ സർക്കാർ സേവനങ്ങൾ, K-സ്മാർട്ട് ഉൾപ്പെടെയുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കാം എന്നത് കൂടി ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പൂർണ്ണമായി ഡിജിറ്റലായി സേവനങ്ങൾ വിരൽത്തുമ്പിലൂടെ, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നാണ്.